ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ എന്താ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു ഒരു 28-29 ആയപ്പം. സോ ഞാനിനി ഇന്ന് പോവാണ്. ഇന്ന് പോയിട്ട് നമ്മൾ 2 days അവിടെയാണ്. അതായത് ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് നാളെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് അമ്മമ്മേൻ്റെ അവിടെ പോകും. അവിടെ ഉത്സവമാണ്. സോ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനിതാ ഇവിടെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി സാധനങ്ങളൊക്കെ അതിൽ വെക്കാണ്ട്. പിന്നെ എനിക്ക് അവിടെ ഈ ഒരു കവറും കൂടെ കൊണ്ടുപോകാനുണ്ട്. അതൊക്കെയാണ്. അപ്പം ഇങ്ങനെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് നമുക്ക് പോകണം. പിന്നെ മിസ്റ്റർ രാഹുൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പം നമ്മൾ പോകും. 4:15 ഞാൻ വന്നിട്ട് ഫ്രഷായി എന്നിട്ട് വേഗം ഒരു ഡ്രസ്സ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട് അത്ര തന്നെ. അപ്പം നമ്മളിനി പോവല്ല ആൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം പോകണം. സോ എനിക്കിപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ഇപ്പം ഒരു കോഫി കുടിക്കാൻ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. സോ ഞാൻ കോഫി കുടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്ക് താഴെ പോയിട്ട് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സിമ്പിളായിട്ടുള്ളൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എന്താണെന്നുള്ളത് നോക്കാം. ഞങ്ങൾ സെയിം കളർ. ഷാമ്പു എവിടെ വെച്ച്? ഞാൻ ബാഗിൽ വെച്ചിരിക്കും. ഇവിടെ കിട്ടൂ. ആ സൈഡ് സത്യം. ഇത് രണ്ടും അതിൽ കുത്ത്. പാട്ട് വെക്കണ്ടേ? കണക്ട് ആയാല് എന്താ ശനിയാഴ്ച എങ്ങനെ ഇങ്ങോട്ടൊക്കെ നോക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കാൻ ശനിയാഴ്ച അല്ല ആദ്യം പോവാന്ന് വിചാരിച്ചത്. സോ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് എത്ര 2 മണിക്കൂറത്തെ നീണ്ട യാത്ര അല്ലേ ചക്കു? നമ്മൾ ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോവാണ് അല്ലേ? പെട്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ശരിക്കും സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സൺഡേ മൺഡേ അങ്ങനെ പോകാനാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ എന്താണ് നമുക്ക് ഇപ്പോൾ ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോവാം അല്ലേ, നാളെ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇന്നലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് പോകും കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ പിന്നെ എല്ലാ മാസവും എൻ്റെ വീട്ടിൽ പോകും. അതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം എനിക്ക് വിശക്കും കേട്ടോ. അത് അങ്ങനെയാണ് എനിക്ക് എപ്പോഴും അങ്ങനെ. അപ്പം ഞാൻ വരുമ്പോൾ വിശന്നിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ഉത്സവമാണ് നാളെ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ടിച്ചിട്ട് എന്താ കാര്യം? മുൻപിടുത്തല്ലേ എന്റെ ബാഗ് ബാക്കില്. ഞങ്ങളിപ്പോഴും താനൂര് വിട്ടിട്ടില്ല. താനൂരിൽ കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യം ഞങ്ങളിപ്പോഴും താനൂര് തന്നെ. ഇവിടുന്ന് ഇനി ആകുമ്പോ എത്തേണ്ടതാണ്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിക്കണം. ചായ വേണ്ട, കടി വേണം. അതൊന്നും വിശക്കുന്നു. ഞാൻ വരുമ്പോൾ വലിയൊരു കപ്പ് നിറച്ച് കോഫി ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് കോഫി ചായ ഒന്നും കുടിക്കാൻ തോന്നുന്നില്ല. മാച്ചിങ് എന്താ പറയാനല്ലേ, പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ തന്നെ പറയാൻ. ചക്കു അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ പോവാറുള്ള ഒരു കടയാണിത്. സോ അവിടെ പോയിട്ടുണ്ട്.
എൻ്റെ കയ്യിലേനു ആവില്ലേ ഏറ്റവും പുറത്ത് ആയില് എനിക്കില്ലേ വിശക്കുമ്പോൾ കഴിക്കാം. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അല്ലേ ചക്കും. ഇതാണ് നമ്മളെ സാധനങ്ങൾ. നമ്മൾ വൈറ്റമിൻസിന് കുറവുള്ളത് കൊണ്ട് നമുക്ക് എള്ള് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സാധനം എള്ളുണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ് വെളിച്ചില്ല. അപ്പം എനിക്കിത് ഭയങ്കര, ഞാൻ ഇതൊന്നും ആദ്യം കഴിക്കില്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതാ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഫറൂഖൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടി ഒന്നിച്ചിങ്ങനെ പാട്ടൊക്കെ കരോക്കെ പോലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. വളരെ സന്തോഷം ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇതാണ് എൻ്റെ വീട്. ഞാൻ ഇതൊരു ഉപകാരം ചെയ്യണം. എന്താ അറിയോ സനിയോടി ഇവിടെ സാനിക പഠിക്കണം ഗൈസ്. എന്താ പഠിക്കുന്നേ? നാളെ എക്സാമാ ഇല്ലേ? കുട്ടി പഠിച്ചോണ്ട് ഒന്നും നമ്മൾ വെറുതെ വിടുന്നുണ്ട്. നമുക്ക് ചപ്പാത്തി ഉണ്ട്. ഇതെന്നാ ചില്ലി ചിക്കൻ അല്ലേ? ചില്ലി ചിക്കൻ, പത്തിരി, പൊറാട്ട എന്നുള്ള പൊറാട്ടയുണ്ട്, പത്തിരി, ചപ്പാത്തി, കറി. എന്താ പരിപാടി? ഇവിടെ അമ്മേന്റെ ഫേവറേറ്റ് സീരിയലാണ്. ചക്കുവാ ആൻഡ് മൈ സിസ്റ്റർ പഠിച്ച് ക്ഷീണിച്ചു പോയ എന്റെ സിസ്റ്റർ. സംസാരിക്കാൻ നോക്കട്ടെ, സൗണ്ട് നോക്കട്ടെ, സംസാരിക്കേ. യെസ് ഗൈസ്, ഇതുവരെ മീൻ കഴിക്കാത്ത സനിക മീൻ കഴിക്കുന്ന നമുക്ക് കാണാം അല്ലേ? ചില മാറ്റങ്ങൾ അവിടെ ഫുഡ് റെഡിയാണ്. ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അനിയത്തിയാണ്, ഇതെൻ്റെ ഭർത്താവാണ്. സത്യോ എല്ലാവർക്കും ഇഷ്ടപ്പെടായിരുന്നു. ഞങ്ങള് സീസൺ 2 കഴിയണേ. നീ അതിന്റെ റീൽസ് കണ്ടിക്കോ? അത് അടിപൊളിയോ? റീൽസിൽ തന്നെ കാണുമ്പോൾ തന്നെ കാണാൻ നോക്കും അല്ലേ? ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓഫ് ആക്കണ്ടേ? വീഡിയോയിൽ മൊത്തം തേക്കുന്നു. സിരിക്കുട്ടനും അമ്മൂസും അമ്മ ഇരിക്കേ. നമ്മള് കൈ കൊണ്ട് ഒറ്റയ്ക്ക് വിളമ്പിയ മോർണിംഗ് ആയി, നെക്സ്റ്റ് ഡേ ആയി. ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ താഴെ പോട്ടെ ഫുഡ് കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട്. 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ കാറിൻ്റെ മേലൊരു സാധനം പിന്നെ ഓക്കെ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഗൈസ് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തത്. എന്ത് സാധനം ഉണ്ടോ? ഞങ്ങള് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി നമ്മളിനി അമ്മമ്മേൻ്റെ അടുത്ത് പോകാൻ പോവാണ്. സോ ഇതൊക്കെ ഇപ്പം നിരത്തി വെച്ചതാട്ടോ. ഓരോന്ന് ബാഗിൽ പാക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മളെല്ലാ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇനി സെറ്റാക്കണം. ഇവിടെ അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്താ അമ്മമ്മേൻ്റെ അവിടേക്ക് പോവാണ്, തറവാട്ട് പോവാണ്. സോ അവിടെയാണ് ഉത്സവം കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഫാമിലിത്തെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് 2 കാറിലായിട്ട് പോവാണ്. ഇനിയിപ്പം നമ്മൾ നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ ലേറ്റായി. ഇവിടെ കുട്ടിയേ ഉള്ളൂ. അതെന്ത് ഭാഷ? ഗൈസ് ഇവിടെ നോക്കൂ, ഞാൻ അവിടെ ഉണ്ട്. ഞാനല്ലേ യൂട്യൂബിനെ കൊണ്ട് ശ്രീകുട്ടിനെ കാണാൻ പറ്റില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനാണ്. അത് നല്ലോണം പിടിക്കുന്നുണ്ട് കഴുത്ത്. എനിക്കൊരു ടവൽ തരുമായിരിക്കും. ഇതെന്തത്? അങ്ങോട്ടേക്ക് ഊതി കൊടുക്ക്. അമ്പലമുണ്ട്, അങ്ങോട്ട് പോവാ അല്ലേ? ഒരു അമ്പലമുണ്ട്, നല്ല ഭംഗിയാ. ആ അമ്പലത്തിൽ തന്നെ പോണേ.
ഗൈസ് ഞങ്ങളിവിടെ കസിൻസ് എല്ലാരും കൂടെ വെരി ബിസി. ഓക്കെ നെക്സ്റ്റ് ആന്റി പറയാൻ നിന്തോ അതാരാ നീ തീർന്നു. സാരില്ലട്ടാ ഞാളാരെന്നോ ചോദിച്ചിട്ടാ അയക്കില്ല ചിന്തിക്കട്ടോ നിങ്ങളൊന്നും പറയണത് രണ്ട് പോത്ത് അപ്പുറത്തും പുറത്തും. ടോ എന്ന് പറയാനുള്ള ടോ പറയും ടോ പറയും ക്യൂട്ടാവോ ക്യൂട്ടാവോ പീസ് ഔട്ട് 2 1 3 പത്തായി ഇത് ചേട്ടൻ ചേട്ടൻ ഇതിങ്ങനെ പറയണം. അവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകണ്ടോ എനിക്ക് എണീച്ചു പോവാന്ന് ചേട്ടൻ ചേട്ടൻ മോളെവിടെ ഇട്ടാന് ഒരു വയസ്സായിരുന്നു കളിപ്പിക്കണോ ഇങ്ങനെയൊക്കെ എങ്ങനെയാ ഓള് ഇൻട്രോവേർട്ടാ അല്ല ഇത് നോക്ക് ഓള് റെഡിയാ ഇനി വേറൊരു ഭാവയും കൂടെ ഉണ്ടല്ലോ. ഒരു ഭാവയും കൂടെ ഉണ്ട്. കുഞ്ഞു ഭാവ ഇപ്പം വീഴും. പാല് കുടിക്കാം. ഒരാളുടെ ഇവിടെ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.